മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന നന്മ അതേ അളവിൽ നിങ്ങളിലേക്ക് തിരിച്ചുവരും. നിങ്ങൾ ചെയ്യുന്ന തിന്മ നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ നിയമപ്രകാരം നിങ്ങളിലേക്ക് മടങ്ങി വരികയും ചെയ്യും. ഒരു മനുഷ്യൻ മറ്റൊരാളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്താൽ അവൻ യഥാർത്ഥത്തിൽ അവനെ തന്നെയാണ് ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നത്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു റെക്കോർഡിംഗ് മെഷീനാണ്. അത് നിങ്ങളുടെ പതിവ് ചിന്തയെ പുനർനിർമ്മിക്കുന്നു. മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് നല്ലത് ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് യഥാർത്ഥത്തിൽ അമൂർത്തമായതും മാറ്റമില്ലാത്തതുമാണ്. മതപരമായ ബന്ധങ്ങളെയോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രസ്താവനകളെയോ ആദരിക്കുകയോ അത് ചെയ്യുന്നില്ല. അതിന് ഒരു തരത്തിലുമുള്ള സഹാനുഭൂതിയോ അല്ലെങ്കിൽ പ്രതികാരശീലമോ ഇല്ല. മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും തോന്നുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതി അവസാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പരിചയമുണ്ട്. നിങ്ങൾ അതിൽ പതിപ്പിച്ചത് എന്തും ഈ ലോകത്ത് നിങ്ങൾ അനുഭവിക്കും. 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഭൗതിക ശാസ്ത്രത്തിന്റെ മേഖലയിൽ അല്ല എന്ന് അമേരിക്കൻ മനഃശാസ്ത്രജ്ഞന്റെ പിതാവ് വില്യം ജെയിംസ് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്താൽ സ്പർശിക്കപ്പെട്ട ഉപബോധ മനസ്സിന്റെ ശക്തിയായിരുന്നു ഏറ്റവും വലിയ കണ്ടുപിടുത്തം. എല്ലാ മനുഷ്യരിലും ലോകത്തിലെ ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാൻ കഴിയുന്ന അതിരുകളില്ലാത്ത ശക്തിയുണ്ട്. നിങ്ങൾക്ക് ഏത് ബലഹീനതയെയും മറികടക്കാൻ കഴിയുമെന്ന വ്യക്തമായ തിരിച്ചറിവ് ലഭിക്കുന്ന ദിവസം നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുമെന്നും നിങ്ങളുടെ ശരീരത്തെ സുഖപ്പെടുത്താൻ കഴിയുമെന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വപ്നത്തിനപ്പുറം നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയുമെന്നും നിങ്ങൾ തിരിച്ചറിയുന്ന ദിവസം സത്യമുള്ളതും ശാശ്വതവുമായ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾക്ക് കുട്ടി ജനിച്ചപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹിതയായപ്പോൾ, നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ബിരുദം നേടിയപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ വിജയമോ അല്ലെങ്കിൽ സമ്മാനമോ നേടിയപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നിയിരിക്കും. നിങ്ങളെ സന്തോഷിപ്പിച്ച അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളുടെ പട്ടിക നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഈ പട്ടിക നമുക്ക് ഇടയ്ക്ക് എടുത്തു നോക്കി നമ്മളുടെ മനസ്സിലേക്ക് കൃതജ്ഞത കൊണ്ടുവരാനും നമ്മൾക്ക് സാധിക്കും. സന്തോഷം മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആളുകൾക്ക് സന്തോഷത്തിലേക്കുള്ള വഴിയിൽ ഇടർച്ചയുണ്ടാവുന്നത്. സന്തോഷത്തിലേക്കുള്ള മാർഗദർശനത്തിന്റെ ലാളിത്യം അവർ കാണുന്നില്ല. ജീവിതത്തിലെ മഹത്തായ കാര്യങ്ങൾ ലളിതവും ചലനാത്മകവുമാണ്. അവ ക്ഷേമവും സന്തോഷവും ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ ചലനാത്മകമായ ശക്തിയുടെയും സന്തോഷത്തിന്റെയും വഴി എങ്ങനെ സങ്കല്പിക്കാം എന്ന് വിശുദ്ധ പൗലോസ് ഈ വാക്കുകളിലൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു. സന്തോഷം തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ തന്നെ ആരംഭിക്കുക. നിങ്ങൾ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ രാവിലെ കണ്ണു തുറക്കുമ്പോൾ സ്വയം പറയുക, ദൈവിക ക്രമം ഇന്നും എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിന്റെ ചുമതല വഹിക്കുന്നു. എനിക്ക് വേണ്ടി ഇന്ന് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇത് എനിക്ക് പുതിയതും അത്ഭുതകരവുമായ ദിവസമാണ്. ഇതുപോലൊരു ദിവസം ഇനി ഉണ്ടാകില്ല. എന്നെ ദിവ്യമായി ദിവസം മുഴുവൻ വഴി നടത്തുകയും ഞാൻ ചെയ്യുന്നതെന്തും വിജയിക്കുകയും ചെയ്യും. ദൈവിക സ്നേഹം എന്നെ വലയം ചെയ്യുകയും മൂടുകയും പൊതിയുകയും ഞാൻ സമാധാനത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. നല്ലതും സൃഷ്ടിപരവുമായതിൽ നിന്ന് എൻ്റെ ശ്രദ്ധ അകന്നു പോകുമ്പോഴെല്ലാം ഞാൻ അത് മനോഹരവും നല്ല അവലോകനവും ഉള്ള ധ്യാനത്തിലൂടെ ഉടനടി തിരികെ കൊണ്ടു. ഞാൻ എന്നെ അനുഗ്രഹിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ എന്നെ അനുഗ്രഹിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ആത്മീയവും മാനസികവുമായ ഒരു കാന്തമാണ്. ഞാൻ ഇന്ന് എൻ്റെ എല്ലാ സംരംഭങ്ങളിലും അത്ഭുതകരമായ ഒരു വിജയം നേടാൻ പോകുന്നു. ഞാൻ തീർച്ചയായും ദിവസം മുഴുവൻ സന്തോഷത്തിലായിരിക്കും. ഈ രീതിയിൽ ഓരോ ദിവസവും ആരംഭിക്കുക. അപ്പോൾ നിങ്ങൾ സന്തോഷം തിരഞ്ഞെടുക്കുകയും നിങ്ങൾ അത് പ്രസരിപ്പിക്കാനുള്ള ഉത്സാഹഭരിതനാവുകയും ചെയ്യും. സന്തോഷവാനായിരിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സന്തോഷവാനായിരിക്കാൻ ആഗ്രഹിക്കണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഉപബോധ മനസ്സ് ഉപയോഗിച്ച് നമ്മളുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയും. അതിനു വേണ്ട ശ്രമങ്ങൾ നമ്മൾ ഇന്ന് തന്നെ തുടങ്ങുക. നല്ലത് ചിന്തിച്ച് നല്ല കാര്യങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കുക.